നല്ല നാടൻ കൊഞ്ച് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യത്തിനുള്ള പ്രോൺസിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി പിടിപ്പിക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നല്ലപോലെ ഇളക്കി അതിനെ ഫ്രിഡ്ജിൽ 30 മിനിറ്റെങ്കിലും സൂക്ഷിക്കുക. ആവശ്യമുള്ള ചേരുവകൾ: കറിവേപ്പില, ഒരു തക്കാളി ചെറുതായി മുറുക്കിയത്, ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പൊടികൾ: കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, ഉപ്പ് ആൻഡ് മല്ലിപ്പൊടി. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് അതിലേക്ക് ചേർക്കുക. എല്ലാ ഭാഗവും വെളിച്ചെണ്ണയിൽ മുങ്ങിക്കിടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കൊഞ്ച് ഓവർ കുക്കാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ കൊഞ്ച് ഏകദേശം പാകമായി കഴിഞ്ഞു. നമുക്കതിനെ ഒരു ബൗളിലോട്ട് പ്രത്യേകം മാറ്റാം. അടുത്തതായി മസാല തയ്യാറാക്കുന്ന വിധം: നേരത്തെ ഉപയോഗിച്ച അതേ ഓയിലിലേക്ക് കുറച്ച് കടുക്, നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലവണ്ണം ഇളക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ മസാലപ്പൊടികൾ ഓരോന്നായി നമുക്ക് ചേർക്കാം. ആദ്യം മല്ലിപ്പൊടി, അതിനുശേഷം ബാക്കിയുള്ളവ. മസാലയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാവുന്നതാണ്. തക്കാളി ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ചു നേരം നല്ലവണ്ണം ഇളക്കുക. ഒരു ഹാഫ് ബൗൾ വെള്ളം ചേർക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ചൂടാക്കി തക്കാളിയും ബാക്കിയുള്ള എല്ലാ ചേരുവകളും മിക്സ് ആയതിനു ശേഷം കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കുക. നല്ല ഒരു മണം വന്നു കഴിയുമ്പോൾ നമ്മളുടെ മസാല ഏകദേശം കുക്കായി കഴിഞ്ഞു. അതിനുശേഷം നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് അതിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. പ്രോൺസ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കുക. കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കുക. ഒത്തിരി നേരം വേവിക്കരുത്. മാക്സിമം 1 മിനിറ്റ്, അതിൽ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആണ്, അതുകൊണ്ട് ഇത് ഓൾറെഡി വെന്തതാണ്. ഇനി നമ്മുടെ പ്രോൺസ് തുറന്ന് നല്ലവണ്ണം ഇളക്കി അതിലേക്ക് ആവശ്യമുള്ള മല്ലിയില ഇടാവുന്നതാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇടുക. മല്ലിയില ചേർത്ത് നല്ലപോലെ ഇളക്കി നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. So thank you for watching my video. If you like my video, please like, share and subscribe my YouTube channel. Thank you.